അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി ആരോപണം ഉന്നയിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ പിണറായി വിജയൻ ഏത് കടലാസിലും ഒപ്പിടും. നിരവധി കാര്യങ്ങളിൽ പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് അവരെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത്, രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് മോശമായ പരാമർശം നടക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം കുറെ കേസുകൾ വെച്ച്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസുകൾ വെച്ച് അവർ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. തൃശൂരിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ കരുവന്നൂർ ബാങ്ക് വെച്ച് ED വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ ഇപ്പൊ ബ്ലാക്ക്മെയിൽ ചെയ്യാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായോ? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. അമിത്ഷായും നരേന്ദ്രമോദിയും പറഞ്ഞാൽ ഏത് കടലാസിലും ഒപ്പിട്ട് കൊടുക്കും. PM ശ്രീയിലും. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സ്വാഭാവികമായും അത് കോൺഗ്രസിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് മുഖ്യമന്ത്രിക്കുള്ള മറുപടി കൂടിയാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഈ CPM BJP ഡീൽ ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും തമ്മിലൊരു വാക്പോര് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പലയിടങ്ങളിലും CPMന് BJPയുമായി ഒരു ഡീലുണ്ടെന്നുള്ള ഒരു കാര്യം രാഹുൽ ഗാന്ധി കൂടി പറഞ്ഞതോടുകൂടെയാണ് മുഖ്യമന്ത്രി പ്രകോപിതനായത്. ഒരു ദേശീയ നേതാവ് ഒരു പ്രാദേശിക നേതാവിന്റെ നിലവാരത്തിലേക്ക് താഴ്ന്നു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി ആരോപണങ്ങൾ ഉന്നയിച്ചത്. എത്ര കണ്ടാലും കൊണ്ടാലും നന്നാവാത്ത ഒരാളാണ് രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു പരാമർശം കൂടെ മുഖ്യമന്ത്രി നടത്തുകയും ചെയ്തു. ഇതിന് കൃത്യമായൊരു മറുപടിയാണ് കൊല്ലത്ത് ഭരണിക്കാവിൽ വെച്ച് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകുന്നത്. സതീശൻ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ഗുഡ് ബുക്കിൽ കയറുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇവരെല്ലാം ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ ഇങ്ങനെ വച്ചിരിക്കുകയാണ്. ഓരോരോ നിരവധി കേസുകളാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗമായി, കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായി അമിത്ഷായുടെയും മോദിയുടെയും കയ്യിലുള്ളത്. അതെന്തെങ്കിലും എടുത്ത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, കരുവന്നൂർ ഉപയോഗിച്ചുകൊണ്ടാണ് തൃശൂരിൽ ഒരു ജയം BJPക്ക് സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞത്. ഈ രണ്ടു പേർക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ. കാരണം ഇവരെ കാണുമ്പോൾ 90 ഡിഗ്രി കുനിഞ്ഞു നിൽക്കുന്ന മറ്റൊരു നേതാവ് ഉണ്ടാവില്ല. പിണറായി വിജയൻ അങ്ങനെ ചെയ്യുന്നുണ്ട് തുടങ്ങിയ അതിരൂക്ഷമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി ആ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ഇത്തരത്തിൽ വി.ഡി. സതീശന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതിനി എന്താണ് മറുപടി പിണറായി വിജയന് പറയാനുള്ളതെന്നും കൂടി ഇക്കാര്യത്തിൽ പ്രസക്തമാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടെ തന്നെയാണ് പല മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ ഒരു ഡീൽ ആരോപണം ആദ്യം കോൺഗ്രസ് ഉന്നയിക്കുന്നത്, പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു വാക്പോര് കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്.